ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടൂർണമെന്റ് കളിക്കും എന്നായിരുന്നു BCCI പറഞ്ഞത്. എന്നാൽ ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏഷ്യ കപ്പ് കളിക്കാനുള്ള പെർമിഷൻ BCCIക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഇന്ത്യ-പാകിസ്ഥാൻ മത്സരങ്ങൾ എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഇന്ത്യൻ സ്പോർട്സ് മിനിസ്റ്റർ പറഞ്ഞത്. ജൂലൈ 24-ന് ധാക്കയിൽ വെച്ചാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ മീറ്റിംഗ് നടക്കുക. സോ മോസ്റ്റ് പ്രോബബ്ലി അന്ന് തന്നെ ഷെഡ്യൂളും വന്നേക്കാം. അടുത്ത അപ്ഡേറ്റുകൾ IPLുമായി ബന്ധപ്പെട്ടതാണ്. ഡൽഹി താരമായ ഡെനോവൻ ഫെറേറിയെ ട്രേഡ് ചെയ്യുന്നതിനു വേണ്ടി ചെന്നൈ അവരെ സമീപിച്ചിരുന്നു എന്ന വാർത്ത 3-4 ദിവസം മുൻപ് പുറത്തു വന്നിരുന്നു. എന്നാൽ ഡൽഹി ആ ഡീൽ നിരസിച്ചു എന്ന വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. ചെന്നൈ മാത്രമല്ല വേറെ 1-2 ടീമുകൾ മുന്നോട്ട് വന്നിരുന്നു എന്നാണ് ന്യൂസ് കാണുന്നത്. പക്ഷേ താരത്തെ ട്രേഡ് ചെയ്യാൻ ഡൽഹിക്ക് താല്പര്യമില്ല. അതുപോലെ കൊൽക്കത്തയും സഞ്ജുവിന് വേണ്ടി മുന്നോട്ട് വന്നിരുന്നു എന്ന ന്യൂസ് IPL കഴിഞ്ഞതു മുതലുണ്ടായിരുന്നു. ആ ഓഫറും രാജസ്ഥാൻ നിരസിച്ചു എന്നാണ് ന്യൂസ്. അടുത്ത അപ്ഡേറ്റ് യാഷ് ദയാലുമായി ബന്ധപ്പെട്ടതാണ്. താരത്തിനെതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാഷിന് ഒരു റിലീഫ് എന്നോണം അലഹാബാദ് ഹൈക്കോർട്ട് അടുത്ത ഹിയറിംഗ് വരെ താരത്തിന്റെ അറസ്റ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ കേസിന്റെ ടൈം ലൈൻ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചാണ് സ്റ്റേ. 1-2 വർഷം ഒരാളെ പറ്റിക്കാം, പക്ഷേ 5 വർഷം പറ്റിക്കപ്പെടാൻ ആരാണ് നിന്ന് കൊടുക്കുക എന്നാണ് കോർട്ട് ചോദിച്ചത്. കഴിഞ്ഞ 5 വർഷമായി യാഷ് പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ മുൻകാമുകി കേസ് കൊടുത്തത്. അടുത്ത അപ്ഡേറ്റ് ഹൈദരാബാദുമായി ബന്ധപ്പെട്ടതാണ്. ടീം അവരുടെ ബോളിംഗ് കോച്ചായ വരുൺ അരുണിനെ കഴിഞ്ഞ ദിവസം അപ്പോയിന്റ് ചെയ്തിരുന്നു. വരുൺ ബോളിംഗ് കോച്ചായി വന്ന ഉടനെ തന്നെ ഷാമി ഈ വർഷം റിലീസ് ആയേക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങി. കാരണം IPL കഴിഞ്ഞ് ESPNുമായി നടത്തിയ ഇന്റർവ്യൂവിൽ ഹൈദരാബാദ് ആരൊക്കെ റിലീസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വരുൺ എന്ന് ഷാമിയുടെ പേര് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു റൂമർ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2023-ൽ പരിക്ക് പറ്റി പുറത്തുപോയതിനു ശേഷം പിന്നെ ഷാമിക്ക് പഴയ എഫക്റ്റീവ്നെസ് ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ നിന്നും അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിന്റെ പ്ലേയിങ് ഇലവനിൽ നിന്നും താരം ഡ്രോപ്പ് ആയിരുന്നു.